الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മളിന്ന് പറയാൻ പോകുന്ന ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്ന് ഒരു സ്ത്രീ, ഒരു സഹോദരി പരാതിപ്പെട്ട ഒരു പരാതിയെക്കുറിച്ച് ഉള്ള ഒരു ഹദീസാണ്. പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വിഷയം സർവ്വവിധ ചർവണം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ വന്നിട്ട് അസ്മാ ബിൻത് യസീദ് എന്നൊരു സഹോദരി, ഒരു സ്വഹാബിയത്തായ ഒരു വനിത നബിതങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പൊ നബിതങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് അന വാബിദത്തുൻ നിസാഇലൈക, നബിയെ, ഞാൻ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമായൊരു പരാതി അങ്ങയോട് പറയാനും വളരെ പ്രധാനപ്പെട്ട ഒരു ഞങ്ങളുടെ അവകാശം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും എന്നെ സ്ത്രീകൾ പറഞ്ഞയച്ചതാണ്. ഞാൻ അവരുടെ പ്രതിനിധിയാണ്, ഞാൻ അവരുടെ നിവേദക സംഘമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, നബിയെ, റബ്ബുൽ റിജാലി വ റബ്ബുൻ നിസായി അല്ലാഹു അസ്സ വജല്ല. അള്ളാഹു ആണുങ്ങളെ മാത്രം പടച്ചോനല്ലല്ലോ, പെണ്ണുങ്ങളെയും പടച്ചോനാണ് അള്ളാഹു. നിങ്ങൾ ആണുങ്ങൾ വർഗത്തിന്റെ, ആൺവർഗത്തിന്റെ പുരുഷന്മാരെ മാത്രം റബ്ബല്ല. പുരുഷന്മാരുടെ പരിപാലകനും രക്ഷിതാവും സ്ത്രീകളുടെ രക്ഷിതാവും ഒക്കെ അല്ല തന്നെയാണ്. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആദമു അബുർരിജാലി വ അബുൻ നിസായി, നബിയെ, ആദം നബി അലൈഹി സ്വലാം നിങ്ങൾ ആണുങ്ങളെ മാത്രം ബാപ്പയല്ല, ഞങ്ങൾ പെണ്ണുങ്ങളെയും കൂടി ബാപ്പയാണ്. ഹവ്വാഉ ഉമ്മുർരിജാലി വ ഉമ്മുൻ നിസാ, ഹവ്വാ ബേബി നിങ്ങൾ ആണുങ്ങളെ മാത്രം അമ്മല്ല, ഞങ്ങൾ പെണ്ണുങ്ങളെ ഇമ്മയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വബഅസകല്ലാഹു അസ്സ വജല്ല ഇല റിജാലി വൻ നിസായി, നിങ്ങൾ നബിയാണ്, റസൂലാണ്. ആണുങ്ങളിലേക്ക് മാത്രമല്ല റസൂൽ അല്ല, നിങ്ങൾ ആണുങ്ങളിലേക്കും പെണ്ണുങ്ങളിലേക്കുള്ള റസൂലാണ്. ഫർരിജാലു ഇദാ ഖറജു ഫീ സബീലില്ലാഹി അസ്സ വജല്ല ഫഖുതിലു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണുങ്ങൾ യുദ്ധത്തിന് പോയി ഷഹീദാകുകയാണെങ്കിൽ ഫഹും അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, ആണുങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് സ്വർഗീയ ഭക്ഷണങ്ങൾ ഭക്ഷിക്കപ്പെടുന്നുണ്ട്, അവർക്ക് ഷഹീദിന്റെ കൂലിയൊക്കെ കിട്ടും. ഞങ്ങളോ വൈദാ ഖറജു ഫലഹും മിനൽ അജ്രി മാ ഖദ് അലിംത, അവർക്ക് വലിയ കൂലിയുണ്ട്, യുദ്ധത്തിന് പോകാം, എല്ലാം ഉണ്ട്. വനഹനു, ഞങ്ങൾ പാവം കുറച്ച് പെണ്ണുങ്ങൾ, നഖ്ദുമുഹും, ഞങ്ങൾ അവർക്ക് പെരയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആണുങ്ങളെ കീഴിലിങ്ങനെ പണിയെടുക്കാന്നല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു പുണ്യം കിട്ടാൻ പറ്റിയ മാർഗങ്ങളൊന്നും ഇല്ലേ? ഇത് വിവേചനല്ലേ? സ്ത്രീ പുരുഷ വിവേചനല്ലേ നബിയെ? വനഹബി സംഫുസന ആരെയും, ഞങ്ങൾ പെരയിൽ ഇങ്ങനെ ഉത്തർക്കുക, ആണുങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് പോണ്, ജിഹാദ് ചെയ്യണ്, സ്വർഗം ഉണ്ടാക്കണ്, എന്നാലും നമ്മൾ ആണുങ്ങളെ മാത്രം നബിയല്ല, പെണ്ണുങ്ങളെയും കൂടി നബിയാണ്. ആദ നബി ആണുങ്ങളെ മാത്രം ബാപ്പയല്ല, പെണ്ണുങ്ങളും കൂടി ബാപ്പയാണ്. അള്ളാഹ് മനുഷ്യന്മാരെ മാത്രം സൃഷ്ടാവല്ല, ആണുങ്ങളെ മാത്രം സൃഷ്ടാവല്ല, പെണ്ണുങ്ങളതാണ്. പിന്നെ എവിടെ ഈ പ്രതിഫലം കിട്ടുന്നിടത്തൊക്കെ ഒരു വിവേചനം കാണുന്നുണ്ടല്ലോ. ഫമാദാലനാമിനൽ അജ്ർ, ഞങ്ങൾക്ക് എന്ത് കൂലിയല്ലത്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അസ്മാ ഒരു കാര്യം മനസ്സിലാക്കി, അക്രി ഈസ് അന്നിസ അമിന്നി അസ്സലാം, എന്നെ പറഞ്ഞയച്ച ബാക്കിയുള്ള പെമ്പർന്നോത്തിയാൾ, ബാക്കിയുള്ള പെണ്ണുങ്ങളിൽ അവരോടൊക്കെ എൻ്റെ സലാം പറയണം. അതൊരു കാര്യം പറഞ്ഞു, വക്കൂലിയിലഹുന്ന, അവരോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്, ഇന്ന ത്വാഅത്ത സൗജി, തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനെ അനുസരിക്കലും വഴിപ്പെടലും അവനക്ക് കീഴ്പ്പെട്ട് ജീവിക്കലും, തഅദുലുമാഹുനാലിക, നീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും പകരമാണ്. പുരുഷന്മാരെ യുദ്ധത്തിന് പോകലും ജിഹാദ് ചെയ്യലും കൊല്ലപ്പെടലും ഷഹീദാകലും, എന്തൊക്കെ പുരുഷന്മാർക്ക് സ്വർഗം കിട്ടാൻ പറ്റിയ വഴികളും പഴുതുകളും മാർഗങ്ങളൊക്കെ ഉണ്ടോ, അതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ പെണ്ണുങ്ങൾക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് വീട്ടിലെ ഭർത്താവിനെ വഴിപ്പെട്ട് നിന്നാൽ തന്നെ മതി, അത് ആനുകൂല്യമാണ്, അവർക്കുള്ള ഓഫറാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ. നബിതങ്ങൾ പറയാണ്, പക്ഷെ നിങ്ങൾ ഏത് പെണ്ണുങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങൾ വളരെ കുറച്ച് പെണ്ണുങ്ങളല്ലേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പെണ്ണ് വന്ന് നബിതങ്ങളിൽ പരാതിപ്പെട്ട എന്താണ്? ഗൗരവമുള്ള ഭാഷയിലാ പറഞ്ഞത്. അത് ഇന്നും അങ്ങനെ തന്നെ സ്ത്രീപക്ഷ വാദം ഉന്നയിക്കുന്ന ആളുകളുടെ ഗൗരവമുള്ള വർത്താനായിരിക്കും അത്. അസ്മാ ബിൻതി, ആ പെണ്ണ് വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞ എന്താ? അള്ളാഹു ഇങ്ങളത് മാത്രമല്ല, പെണ്ണുങ്ങളതും കൂടിയാണ്. ആദം നബി ഇങ്ങളത് മാത്രമല്ല, പെണ്ണുങ്ങളതും കൂടിയാണ്. ഹവ്വാ ബീവി ആണുങ്ങളെ മാത്രമല്ല, പെണ്ണുങ്ങളും കൂടിയാണ്.
എന്നാ യുദ്ധത്തിന് പോവുക, നീ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ പള്ളിയേക്ക് പോവുക, ജമാഅത്തിന് പോവുക, ജുമാക്ക് പോവുക, നിസ്കരിക്കാൻ പോവുക, ഒക്കെ ആണുങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കൊന്നും വേണ്ടേ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ പെരേല് അല്ലെങ്കിൽ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഇതിനൊക്കെ പകരമാകുന്നു. അബ്നഗീമല്ലക്കീത്തി, ഈ ചെന്നിട്ട് ഓരൊക്കെ പറഞ്ഞു കൊടുക്കേ, അന്ന ത്വാഅത്ത സൗജി, ഭർത്താവിനെ വഴിപ്പെടലും, വഅ്തിറാഫൻ ബിഹഖ്ഖിഹി, ഭർത്താവിന്റെ കടമയും ഭർത്താവിനോടുള്ള ബാധ്യതയൊക്കെ മനസ്സിലാക്കി പെരുമാറലും, അതെല്ലാം യഅദിലു ദാലിക, ജിഹാദിന് തുല്യമാണ്. ജിഹാദിന് തുല്യമാണ്. ജിഹാദിന്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഈ ഹദീസൊന്നും വേണ്ട വിധം ആധുനിക ഫെമിനിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനകത്തുള്ള മുസ്ലിം സ്ത്രീകൾക്ക് പോലും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അവകാശങ്ങൾ ഞങ്ങൾക്ക് ഹനിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിച്ചത്. സത്യം പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുന്ന ഓഫറുകളും അവർക്ക് കൊടുക്കുന്ന സന്തോഷങ്ങളും അവരുടെ ഭാരം കുറച്ചു കൊടുക്കലുമാണ് വിശുദ്ധ ദീൻ ഇവിടെയൊക്കെ ചെയ്യുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ കുറേ ദൂരം രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ജോലിക്ക് പോയി, കമ്പനിയിൽ പോയി, ഓഫീസിൽ പോയി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കണ ആ കൂലി പെരേന്ന് പുറത്തിറങ്ങാതെ പെരേന്ന് വർക്ക് അറ്റ് ഹോം കമ്പ്യൂട്ടറിൽ പെരേന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന ശമ്പളത്തെക്കാളും വലിയ ശമ്പളം പെരേന്ന് ചെയ്താൽ തന്നെ തരാമെന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിയും വിവേകമുള്ള ആരെങ്കിലും അവ പറ്റൂല, എനിക്ക് കമ്പനിക്ക് തന്നെ പോകണം, എനിക്ക് ജോലിക്ക് തന്നെ പോകണം എന്ന് പറയും. ഓഫീസ് എറണാകുളത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, എന്നും ട്രെയിനിനോ കാറിനോ ബസ്സിനൊക്കെ പോകണം, എന്ത് കഷ്ടപ്പാടാണ്. അങ്ങനെ എറണാകുളത്തുള്ള ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഒന്നും പെരേക്ക് തരാൻ പറ്റൂല. അവിടെ ലോഡ്ജ് എടുക്കണം, അല്ലെങ്കിൽ അവിടെ ക്വാർട്ടേഴ്സ് എടുക്കണം, വാടകയ്ക്ക് താമസിക്കണം, ഭക്ഷണത്തിന് വഴി കണ്ടെത്തില്ല, ഇറങ്ങാറാ. അവ കമ്പനി പറയാണ്, നിങ്ങൾക്കൊരു ഓഫർ തരാം, നിങ്ങൾ എറണാകുളത്തേക്ക് ഓഫീസിലേക്ക് വരണ്ട, നിങ്ങൾ പെരേ കുത്തിർന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്താൽ മതി, മെയിൽ അയച്ചാൽ മതി, കമ്പനിക്ക് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ മെയിലായിട്ട് ഫോർവേഡ് ചെയ്യും, അത് ക്ലിയറൻസ് ചെയ്താൽ മതി, ക്ലിയർ ആക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷവും അതിലും വലിയ ഓഫറും അതിലും വലിയ സൗകര്യം എന്താ ഉള്ളത്? അപ്പോൾ പറയുകയാണെങ്കിൽ ഓള് പറയാണ് പറ്റൂല, എനിക്ക് അവിടെ ഓഫീസിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പൊട്ടന്മാർ എന്നാണ്. ഇതാണ് അല്ലാഹു തആല സ്ത്രീകൾക്ക് ഇങ്ങോട്ട് ഇടങ്ങേറായി ജുമാക്കും ജമാഅത്തിനും പള്ളിക്ക് തന്നെ വരേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ കൂടി അവർക്ക് വീട്ടിൽ നിന്ന് തരാം, പള്ളിക്ക് വന്ന് നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒക്കത്തൊക്കെ പോകണ്ടല്ലോ. പ്രശ്നം എന്താ വെച്ചാല് ഈ ഒരു വലിയ സൗകര്യം ചെയ്തു കൊടുക്കലും ആനുകൂല്യം കൊടുക്കലും ഞങ്ങൾക്കുള്ള ആനുകൂല്യം ഞങ്ങളെ മഹത്വം പൊന്തിക്കലാണ് എന്ന് മനസ്സിലാക്കാതെ ഞങ്ങളുടെ അവകാശം ഹനിക്കലാണ് എന്ന് പാവങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക് പോലും ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഓഫറുകളും വലിയ സൗകര്യങ്ങളും അവരെ ഭാരം കുറച്ചു കൊടുത്ത് ഡ്യൂട്ടി കുറച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് പണ്ടേ മുതൽക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയമാണ്. അതാണ് ഈ സ്ത്രീ വന്നിട്ട് ഹബീബായ മുത്ത് നബി തങ്ങളോട് ചോദിക്കുന്നത് ഗൗരവമുള്ള ഭാഷയിൽ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഒന്നുകൊണ്ടും ബേജാറാവണ്ട, ഈ കൂലികളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ പണി കൊണ്ട് തരാം, ഭർത്താവിന് വഴിപ്പെട്ടാൽ മതി. പക്ഷെ ഇതുപോലും ആധുനിക തലമുറ മനസ്സിലാക്കണില്ല. അതുകൊണ്ടാണ് ഈ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം പോലും പേടിപ്പെടുത്തുന്ന ഒന്നായി ഇപ്പോഴത്തെ മുസ്ലിം പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ചാൽ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, സമ്പത്ത് കുറഞ്ഞതിൻ്റെ പേരിൽ, സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിൽ പീഡനങ്ങൾ, ആത്മഹത്യകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ പുതിയ പെൺകുട്ടികളെ മനസ്സിലാക്കുകയാണ് ഇത് വലിയൊരു പോത്തമ്പിയാണ്, കുടുംബജീവിതം വലിയ ഇടങ്ങാറാണ്, അതുകൊണ്ട് വേണ്ട, ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, ശമ്പളം കിട്ടി ജോലിയൊക്കെ ചെയ്ത് ശമ്പളം കിട്ടി സ്വന്തം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയൊക്കെ എത്തിയിട്ട് മതി, ഭർത്താവിന് കീഴടങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കുന്നത്. ഇത്ര വലിയ മഹത്വവും ഇത്ര വലിയ പുണ്യമൊക്കെ കിട്ടുന്ന വലിയ ഒരു സ്വർഗീയ പാതയിലേക്കുള്ള പ്രവേശനമാണ് ദാമ്പത്യത്തിലൂടെ എന്ന നഗ്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണില്ല. ഈ ഹദീസിൽ നമുക്ക് വലിയ പാടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ഹനിക്കലല്ല, അവർക്ക് ഒന്നുകൂടി സൗകര്യം ചെയ്തു കൊടുക്കലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ഈ വോയിസുകളൊക്കെ സ്ത്രീകൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിന് റാഹത്തുണ്ടാവണം. ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന ത്വാഅത്ത സൗജി തഅദിലു മാ ഹുനാലിക, ഈ പുരുഷന്മാർക്ക് കൂലികൾ വാരിക്കോരിയെടുക്കാൻ എന്തൊക്കെ വഴികളും മാർഗങ്ങളുടെ ഒക്കെയും ഒറ്റ കുടക്കീഴിൽ സിമ്പിൾ പണി കൊണ്ട് സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാനുള്ള ബോധം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.